നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്ന് ഒരു മാസം തികയാണ്. അഫാന്റെ ക്രൂര കൊലപാതകങ്ങളുടെ നടുക്കം ഇന്നും മലയാളികളെ വേട്ടയാടുന്നുണ്ട്. ഇതിനൊരു എന്താണ് മോട്ടീവ് ആയതെന്നൊന്നും പ്രതി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സാമ്പത്തിക പ്രശ്നം എന്ന് തന്നെ പറയുന്നുണ്ട് എങ്കിലും ഇതിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താൻ പോലീസിനും ആവുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഹീമിനെ മകനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നൊക്കെ തരത്തിൽ പല റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതിലേക്ക് നിജസ്ഥിതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഹീമിനെയും മകനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. അപ്പോ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന ഈ ഒരു സംഭവത്തിന്റെ തുടക്കത്തിൽ തന്നെ അബ്ദുൾ റഹീമിനെയും അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. അവരുടെ മൊഴികളിൽ പൊരുത്തമില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ വന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം അവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ആ റിപ്പോർട്ടുകളെയൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ അബ്ദുൾ റഹീം രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ചെയ്തു എന്ന് മലയാളത്തിലെ പ്രമുഖ ചാനൽ അടക്കം പ്രമുഖ ഓൺലൈൻ മാധ്യമം അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. പ്രമുഖ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം ഈ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ പോലീസും അതുപോലെ തന്നെ അബ്ദുൾ റഹീമും ആ റിപ്പോർട്ടുകളെ തള്ളിയിരിക്കുകയാണ്. അതായത് അത്തരത്തിൽ ഒന്നിച്ചിരുത്തി ചോദ്യമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ തനിക്കെതിരെ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തയാണ് പ്രചരിക്കുന്നത്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. മകനെ ഈ തെളിവെടുപ്പിനിടെയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരിടത്ത് വെച്ചും ഇതുവരെ രണ്ടുപേരെ നേർക്കിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല. അന്ന് ആ തെളിവെടുപ്പിന് വന്നപ്പോ അകലെ നിന്ന് താൻ മകനെ കണ്ടു എന്നതല്ലാതെ അഫാനെ കാണുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അഫാനുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമോ അഫാനെ മുന്നിലിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അബ്ദുൾ റഹീം. പിന്നെ പൊട്ടിക്കരഞ്ഞു, താൻ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കുടുംബം എല്ലാം തകർത്ത് കളഞ്ഞില്ലേടാ നീ എന്നൊക്കെയാണ് ചോദിച്ചതെന്നാണ് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് റഹീം പറയുന്നത്. ഇതിനു മുമ്പേ പല മാധ്യമങ്ങളിലും റഹീം ആവർത്തിച്ചു പറഞ്ഞത് ഒരിക്കലും അഫാനെ കാണാൻ താൻ തയ്യാറാകില്ല. ഷമി ആവർത്തിച്ചു പറഞ്ഞാൽ പോലും അത്തരത്തിൽ താൻ അതിന് മുതിരില്ല എന്ന് തന്നെയാണ് റഹീം പറയുന്നത്. അത് ഇപ്പോഴും റഹീം ഉറപ്പിച്ചു പറയാണ്. ഒരിക്കലും മകനെ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ മകനെ കാണാനോ താൻ തയ്യാറാക്കില്ല. അത്തരത്തിലുള്ള ആ ഒരു വാക്കിനെ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ പലർക്കും ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ്. ഇതുവരെ പറഞ്ഞ റഹീം ഇതിൽ നിന്നൊക്കെ ഇപ്പൊ വ്യതിചലിച്ചിരിക്കുകയാണ്. പിന്നെ അത് അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതുകൊണ്ട് മകനെ കാണേണ്ടി വന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു പിന്നീട് ഡൈവേർട്ട് ആയി പോയത്. പക്ഷെ ഇപ്പോഴും ആ പിതാവ് പറയുന്നത് തന്റെ മകനെ കാണാൻ താൻ തയ്യാറല്ല, ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും റഹീം തയ്യാറല്ല എന്നുള്ളത്. അപ്പൊ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ താൻ തയ്യാറാകില്ലെന്ന് അങ്ങനെയാണോ? അറിയില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും താല്പര്യമില്ല അങ്ങനെ എന്ന് പറയുമായിരിക്കും. അതെനിക്കറിയില്ല. പക്ഷെ ഇതുവരെയും ഈ നിമിഷം വരെയും ഒരിക്കലും താൻ മകനെ കണ്ടിട്ടില്ല, മകനുമായി സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും ആ ഒരു നിലപാടിൽ തന്നെ മകനെ കാണില്ല അല്ലെങ്കിൽ മകനെ കാണേണ്ട എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ഒരു മാസം ആവുകയാണ്. പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വലിയൊരു ദുരന്തം, ആ ഒരു വെഞ്ഞാറമൂടിന്റെ നടുക്കൊരു വലിയ ദുരന്തം ഉണ്ടായത്. രാവിലെ 10 തൊട്ട് വൈകുന്നേരം 6 മണി വരെ 5 കൊലപാതകങ്ങൾ. ആ പ്രതി അഫാൻ ഒരു തരി പോലും മനസാക്ഷി കുത്തിയില്ലാതെ ഒരു കൂട്ട കൊലപാതകങ്ങൾ നടത്തിയൊരു ദിവസമാണ്. ഇതുവരെയും കുറ്റപത്രം പോലീസ് സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. ഇതിന് രാസപരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇതിൽ ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടോ, ചില ഫോൺ കോളുകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്, ചില മൊഴികളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ പോലീസ് നീങ്ങുമ്പോൾ ഇപ്പോഴും ഷെമി മൗനം പാലിക്കുകയാണ്. ഇപ്പോഴും ആ 35 ലക്ഷം രൂപയുടെ കടം എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചത്, എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ അടക്കം ഷെമി പറയേണ്ടതുണ്ട്. അഫാൻ പോലും അത്തരത്തിലൊരു മൊഴി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഷെമിക്ക് ഉണ്ടായ കടത്തെ കുറിച്ച് അഫാൻ അറിവുണ്ടായിരുന്നോ, അഫാൻ അതിൽ എന്താണ് പറയാനുള്ളതെന്നുള്ള മൊഴിയൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അഫാൻ ആദ്യം പറയുന്നത് ഇങ്ങനെ പല കടങ്ങളും ഉണ്ടായിരുന്നു, അത് വീട്ടാൻ സാധിച്ചിട്ടില്ല, കടക്കാർ വരുന്നതിന് മുൻപ് കൂട്ടക്കൊലപാതകങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ വൈരാഗ്യം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും
ലത്തീഫ് അടക്കമുള്ളവർ പറഞ്ഞതോടെ അവരെ ആക്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കളെ കാണണമെന്ന് അഫാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ നല്ല നടത്തിപ്പാണ്. കാരണം മുൻപൊക്കെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് സെല്ലില് നിരീക്ഷണമൊക്കെ കർശനമാക്കിയിരുന്നു. പക്ഷെ അത്തരത്തില് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പോലീസൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു മാസം ആയിരിക്കാണ്. കഴിഞ്ഞ ഫെബ്രുവരി 24-നായിരുന്നു 5 ജീവനുകൾ ഈ അഫാൻ എന്ന 23-കാരന്റെ കൈകൊണ്ട് നഷ്ടമായത്. ആ 5 ജീവനുകൾ നഷ്ടമാകുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ മുക്തമാകാത്ത ആ വേദനയിൽ നീറി ജീവിക്കുന്ന കുറച്ചു പേര് കൂടി നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ നിന്ന് മുക്തമാകാത്ത കുറച്ചു പേര് കൂടിയുണ്ട്. അപ്പൊ ഈ കേസ് ഇപ്പൊ 3 ഘട്ടമായിട്ടാണ് തെളിവെടുപ്പ് നടന്നത്. ഈ 3 ഘട്ടമായി തന്നെയായിരിക്കും ഇനി കുറ്റപത്രവും സമർപ്പിക്കുക. അപ്പം ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്നത് സൽമാ ബീവിയുടെ ആയിരിക്കും. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറ്റപത്രത്തിൽ എന്തൊക്കെ ഉണ്ടാകും എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ശരിക്കും കുറ്റപത്രത്തില് എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചത്, പിന്നെ അത് സംബന്ധിച്ച വിവരം, അതായത് ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരം എങ്ങനെ കിട്ടി, അതിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ എന്നിവ കുറ്റപത്രത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ പ്രതി അറസ്റ്റിലാണോ, കസ്റ്റഡിയിലാണോ, പ്രതിയുടെ അവസ്ഥ എന്താണ്, ജാമ്യത്തിൽ വിട്ടയച്ചോ, പ്രതിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ, ഈ വസ്തുതകളൊക്കെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും. മാത്രമല്ല ഈ കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ മതിയായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ അത് സംബന്ധിച്ച എല്ലാ രേഖകളും സഹിതം മജിസ്ട്രേറ്റിന് കൈമാറും. ഈ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചുമത്തുന്നതും പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നതും. അപ്പൊ എന്തായാലും 90 ദിവസത്തിനുള്ളിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇതിലെ പ്രതി തന്നെയാണ് ഞാൻ കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഞാൻ കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പോലീസിനോട് നേരിട്ട് വന്ന് പറഞ്ഞത്. അതെ, അല്ലാതെ അഫാൻ ഇത് ചെയ്തു എന്ന് നേരിൽ കണ്ടു എന്ന് ആരും തന്നെ ദൃക്സാക്ഷികൾ ആരും ഈ കേസിൽ ഇല്ല എന്നുള്ളതാണ്. അഫാൻ തന്നെയാണ് ഇത് ഏറ്റു പറഞ്ഞത്. ഈ കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഓരോരുത്തരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പോലീസ് 4 പാടും പായുന്നു. സൽമാ ബീവിയുടെ വീട്ടിൽ പോകുന്നു, അവിടെ മൃതദേഹം കാണുന്നു. അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ പോകുന്നു, അവിടെ മൃതദേഹം കാണുന്നു. ഇവിടെ പേരുമലയിലെ വീട്ടിൽ വരുന്നു, അവിടെ 2 മൃതദേഹങ്ങൾ കാണുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു. അതിന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. നമുക്കേ ആ ഒരു നടുക്കം മാറുന്നില്ല. അപ്പോ അത് നേരിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇരകളായവരുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ആ കുടുംബങ്ങൾ എല്ലാവരും ആ ഒരു വേദനയിൽ നേർന്നൊരു നിമിഷമായിരിക്കും. കാരണം 24-ാം തീയതിയായിരുന്നു, കഴിഞ്ഞ മാസം 24-ാം തീയതിയായിരുന്നു ഒരു 10 മണിയോടെ ഈ ഒരു കൂട്ടക്കൊലപാതകങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ആശുപത്രിയിൽ ഷമിയെ പ്രവേശിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലോ, എന്താണ് അത് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഷമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. കാരണം ഷമി ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് ഈ ഒരു ശാരീരികപരമായിട്ടൊക്കെ ഒരുപാട് റിക്കവർ ആകേണ്ടതായിട്ടുണ്ട്. അപ്പോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. ഇപ്പോൾ അഗതി മന്ദിരത്തിലാണ്. അപ്പോ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കും അല്ലെങ്കിൽ തുടർ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഷമിയെ അത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റഹീം എന്തായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട് തന്റെ കൊച്ചുമകനെ അടക്കം എന്തിനാണ് കൊലപ്പെടുത്തിയെന്നുള്ള സത്യം അഫാനും ഷമിക്കും മാത്രമേ അറിയാവുള്ളൂ. അത് പോലീസ് അന്വേഷണത്തിൽ തന്നെ തെളിയുമെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഒരു ദുരിതം പേറി ഗൾഫിൽ കിടന്ന അദ്ദേഹത്തിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. കാരണം ഒരു കുടുംബം ഒന്നാകെ നാമാവശേഷമായ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് കണ്ണടച്ചു ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ആ 5 മുഖങ്ങൾ അദ്ദേഹം കണ്ണടയ്ക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് മുൻപിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അത്തരത്തിൽ മകന് മാപ്പ് നൽകാനോ മകനെ കാണാനോ ഒരിക്കലും ആ പിതാവ് തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ഇപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്, അതായത് അഫാന് തൂക്കുകയറ് തന്നെ കിട്ടും. അതായത് ഇത്രയും വലിയ 5 ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത ഒരു പ്രതിയാണ്. അപ്പോ ഈ നിയമ നടപടികളിലേക്ക് കടക്കാനുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം അത് കോടതിയിൽ എത്തുക, പിന്നെ ശിക്ഷാ നടപടികളിലേക്ക് പോകുക ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ
കയറ് തന്നെ കിട്ടുമോ? അതൊരു ചോദ്യം തന്നെയായിട്ട് ഇപ്പൊ അവശേഷിക്കണം. അങ്ങനെ ആ ഒരു തൂക്കുകയറ് ലഭിക്കണമെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അഫാനെ സംബന്ധിച്ചിടത്തോളം 5 കൊലപാതകങ്ങളും കുറ്റപത്രം ഇപ്പോൾ തയ്യാറാകും. അപ്പോ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ആ ട്രയലൊക്കെ പ്രതിക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം 5 കൊലപാതകങ്ങളിലും ജീവപര്യന്തം ലഭിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും പ്രതിക്ക് ലഭിക്കുക എന്നാണ് നമുക്ക് സൂചനകൾ. കൃത്യമായ എവിഡൻസ് പോലീസ് കോടതിക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രതിക്ക് അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ തൂക്കുകയർ അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതിയെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തൂക്കുകയർ തന്നെ പ്രതിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് അറിയാൻ സാധിക്കും. എന്തായാലും നിലവിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ട് ഇന്ന് 1 മാസം ആവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു നാൾ വഴികളിലേക്ക് പോകേണ്ടതുണ്ടോ ഒന്ന് നോക്കാമല്ലേ? അതായത് ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം 1 മാസമായി മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു പിന്തുടരുന്നത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അത് തീർച്ചയായും അറിയാവുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഈ കേസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് തന്നെയാണ്. ഇപ്പോൾ മകനെതിരെ മൊഴി നൽകിയിരിക്കുന്ന ഷെമി കോടതിയിലെത്തി മൊഴി മാറ്റിയാൽ പലതും മാറി മറിയും. എന്തായിരുന്നാലും വരും മണിക്കൂറിൽ പലതും പുറത്തു വരാനുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പോലീസും പങ്കുവയ്ക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം.